ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാശിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ കാലഭൈരവ ക്ഷേത്രം, കാശിയുടെ കാവലാളെന്ന് വിശേഷിപ്പിക്കുന്ന കാലഭൈരവൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കാശി യാത്രയിൽ എന്തുകൊണ്ടും ഒഴിവാക്കരുതാത്ത ഒരിടമാണിത്. പ്രധാന റോഡിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഭയങ്കര ക്യൂവിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇരുവശങ്ങളിലും പഴയ കെട്ടിടങ്ങൾക്കിടയിലൂടെയുള്ള ഇടുങ്ങിയ വഴികളിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. വാഹനങ്ങളൊന്നും പ്രവേശിക്കുന്ന വഴികളല്ല. ക്ഷേത്രത്തിന് ചുറ്റും ഇഷ്ടംപോലെ കടകളാണ്. ചെറിയ വാഹനങ്ങളൊക്കെ മാത്രമാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. വളരെ തിരക്കേറിയ സ്ഥലങ്ങളാണ്. ആളുകളെയും വാഹനങ്ങളെയും ഒക്കെ മുട്ടി ഞങ്ങളും അങ്ങനെ ഈ തിരക്കിലൂടെ നടക്കുകയാണ്. ഇരുവശങ്ങളിലും ഒട്ടേറെ പൂക്കടകളും അതുപോലെ ദീപം തെളിയിക്കുന്നതിനുള്ള മൺചിരാതുകളും ഒക്കെ വിൽക്കുന്ന കടകളുണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, ഒരു പാത്രം നിറയെ പൂക്കളും മറ്റ് പൂജാദ്രവ്യങ്ങളും ഒക്കെ ഉൾപ്പെടെ തരുന്നതിന് 50 രൂപ 30 രൂപയൊക്കെ കൊടുത്താൽ മതി. എനിക്ക് ഏത് ക്ഷേത്രത്തിൽ പോയാലും ഭഗവാന് പൂക്കൾ അർപ്പിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പൂക്കടയിൽ നിന്ന് പൂക്കളുമൊക്കെ വാങ്ങിച്ചു. പോകുന്ന വഴികളിലെല്ലാം സാരികളൊക്കെ കിട്ടുന്ന, അതുപോലെ ബനാറസ് സാരികളൊക്കെ കിട്ടുന്ന കടകളും അതുപോലെ മില്ലുകളും ഒക്കെ ഉണ്ട്. വിവിധ വർണ്ണങ്ങളിലുള്ള ബാഗുകളും കരകൗശല വസ്തുക്കളും ഒക്കെ വിൽക്കുന്ന കടകളെല്ലാം ഉണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ ക്യൂവിലിങ്ങനെ നിൽക്കുകയാണ്. കാശി യാത്രയുടെ കുറേ വീഡിയോസൊക്കെ ഇതിനോടകം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാശി യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഈ വീഡിയോ ഒക്കെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചില റെസ്ട്രിക്ഷൻസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അധികം കാണിക്കാൻ കഴിയില്ല. എത്രയോ ദൂരെ നിന്ന് തന്നെ ഞങ്ങൾ ക്യൂവിൽ കയറിയതാണ്. ഇനി അങ്ങോട്ട് നമുക്ക് കാലഭൈരവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും അതുപോലെ ദർശന വിശേഷങ്ങളും അറിയാം. മഹാദേവൻ്റെ ഉഗ്രമൂർത്തി ഭാവമാണ് കാലഭൈരവൻ. അഷ്ടഭൈരവർ ആണുള്ളത്. ആ 8 അവതാരങ്ങളിൽ ഏറ്റവും ക്രോധഭാവത്തിൽ കാണുന്ന രൂപമാണ് കാലഭൈരവൻ്റേത്. സർപ്പങ്ങളും തലയോട്ടിമാലയും ധരിച്ച് ഉഗ്രരൂപിയായി കാണുന്ന കാലഭൈരവൻ കാശിയുടെ കാവലാളാണ്. നായയാണ് കാലഭൈരവൻ്റെ വാഹനമായിട്ട് പറയുന്നത്. അതുകൊണ്ടാവാം ഇവിടെ എവിടെ നോക്കിയാലും സ്വൈരവിഹാരം നടത്തുന്ന നായ്ക്കളെ കാണാം. അവരുടെ ഇടയിലൂടെ നമുക്ക് പേടി കൂടാതെ നടക്കാം. ഇനി നമുക്ക് ഐതിഹ്യം എന്താണെന്ന് അറിയണ്ടേ. ഒരിക്കൽ ത്രിമൂർത്തികളുടെ ഇടയിൽ ഒരു വലിയ തർക്കം ഉടലെടുത്തു. ആരാണ് കൂടുതൽ ശക്തൻ? മഹാഋഷിമാരും മഹാമുനിമാരും സിദ്ധന്മാരും ഒക്കെ ആ തർക്കത്തിൽ സാക്ഷ്യം വഹിച്ചു. മഹാദേവനാണ് ശക്തനെന്ന് അവർ അവകാശപ്പെട്ടു. എന്നാൽ ഇത് അംഗീകരിക്കാത്ത ബ്രഹ്മാവ് കോപിഷ്ഠനായിട്ട് പരമശിവനെ അപമാനിച്ചു. ഇതിൽ കോപിഷ്ഠനായ പരമശിവൻ ബ്രഹ്മാവിൻ്റെ 5 തലകളിൽ 1 വെട്ടിമാറ്റി. മഹാദേവനത് അറുത്തെടുത്തു എന്ന് മാത്രമല്ല, എന്നിട്ടും കോപമടങ്ങാത്ത മഹാദേവൻ പ്രളയമായിട്ടാണ് അവരുടെ മുന്നിൽ അവതരിച്ചത്. അതിൽ 3 ലോകവും വിറച്ചു. പ്രളയത്തിനിടയിൽ ഉഗ്രരൂപമായ ഭൈരവ ഭഗവാന്റെ രൂപം കറുത്ത നായയുടെ മുതുകിലിരുന്ന് പ്രത്യക്ഷമായി. ഭൈരവനെ കണ്ട ബ്രഹ്മാവും മറ്റുള്ളവരും തൻ്റെ തെറ്റ് മനസ്സിലാക്കി കാലഭൈരവൻ്റെ അടുത്ത് ക്ഷമ യാചിച്ചു എന്നാണ് പറയുന്നത്. കാലഭൈരവനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സന്യാസ സമൂഹമാണ് അഘോരി സന്യാസിമാർ. കാലഭൈരവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ആരാധിക്കുന്നതിലൂടെ രോഗശാന്തി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാലഭൈരവനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ വിഷാദം, അതുപോലെ കോപം, അത്യാഗ്രഹം എന്നിവ നശിക്കുകയും രോഗശാന്തി ലഭിക്കുകയും അതുവഴി സമാധാനം ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. കാലചക്രത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഭഗവാന്റെ ഉഗ്രരൂപം, ഉഗ്രമൂർത്തിയാണ് കാലഭൈരവൻ, മഹാദേവൻ്റെ പ്രളയരൂപം. നവഗ്രഹങ്ങളെയും 12 രാശികളെയും അഷ്ടദിക്പാലകരെയും ഒക്കെ ഒരുമിച്ച് തൊടുന്നതിന് തുല്യമാണ് കാലഭൈരവ ദർശനമെന്ന് കണക്കാക്കപ്പെടുന്നു. അതുപോലെ ശനിദോഷം അകറ്റാൻ ഭൈരവ ഗായത്രി ചൊല്ലുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാലഭൈരവ ക്ഷേത്രത്തിൽ തൊഴുന്നത്. തമിഴ്നാട്ടിലും അതുപോലെ പല സംസ്ഥാനങ്ങളിലും കാലഭൈരവൻ്റെ ക്ഷേത്രമുണ്ട്. 96ഓളം മഹാക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കാലഭൈരവൻ്റെ ക്ഷേത്രമുള്ളത്, 20 ക്ഷേത്രങ്ങൾ. അതുപോലെ ലോകമെമ്പാടും കാലഭൈരവൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. നേപ്പാളിലുണ്ട് 16 ക്ഷേത്രങ്ങൾ, കാലഭൈരവ ക്ഷേത്രം നേപ്പാളിലുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ സമയമൊന്നും കിട്ടുകയില്ല, അത്ര കണ്ട് തിരക്കാണ്.
അങ്ങോട്ട് കയറിയ വഴിയിൽ കൂടിയല്ല തിരികെ ഇറങ്ങുന്നത്. അതും നല്ല ചെറിയ വഴികളിലൂടെ തന്നെയാണ് കടന്നു വരുന്നത്. തിരികെ ഇറങ്ങുന്ന സമയത്ത് ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാരെ കണ്ടു. ഭസ്മമൊക്കെ വാജിപ്പൂശിയ സ്വാമിമാരെയും അല്ലാതെ വളരെ ലളിതമായിട്ട് വസ്ത്രധാരണം ചെയ്ത സ്വാമിമാരെയൊക്കെ കണ്ടു. അഘോരികളെയല്ല. ശനിദോഷം അകറ്റുവാനായിട്ട് ഭൈരവഗായത്രി ചൊല്ലുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിങ്ങനെയാണ് ആ മന്ത്രം: ഓം ദിഗംബരായ വിദ്മഹേ ദീർഘദർശനായ ധീമഹി ധന്നു ഭൈരവ പ്രചോദനാത്. ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് 5 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും അതുപോലെ 3 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ്. അത് വിൻ്റർ സീസണിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരും. ഒരു അവിസ്മരണീയമായ യാത്ര തന്നെയായിരുന്നു കാശിയിലേത്. കാശിയിലെത്തുന്ന ഒരാളും കാലഭൈരവനെ തൊഴാതെ പോവരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.